Today we have Dr. Girish Kumar, Assistant Professor, College of Engineering, Talasheri. He is an electrical engineer specialized in renewable energy. So, ഇന്നത്തെ talk, it is about how to crack PSC examinations. Hi sir, welcome to the session. ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് PSC ക്രാക്ക് ചെയ്യാൻ എന്തെല്ലാം കടമ്പകൾ കിടക്കണം? ഓക്കെ, ഇപ്പോൾ എല്ലാ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളൊരു വലിയൊരു സ്വപ്നമാണ് ഗവൺമെൻറ് ജോബ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ജോബിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു 3 വർഷം 4 വർഷം ഇരിക്കുമ്പോഴാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ആ ഒരു പീരീഡിലേക്ക് ഇവർ കാത്തിരുന്ന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹേർഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വൺസ് ഇത് ക്രാക്ക് ചെയ്ത് ഈ ഒരു സേഫ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. അവരുടെ ജീവിതം സേഫായി, ഒരു സ്റ്റേബിൾ ജോലി കിട്ടി, ദെൻ അവർക്ക് പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഗവൺമെൻറ് ജോബിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ സാലറി തന്നെ ഏകദേശം ഒരു 50,000 മേലെ കിട്ടും. അപ്പോൾ ഒരു കമ്പയറബിളി നല്ലൊരു സാലറിയാണത്. ദെൻ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു 40,000 to 45,000 മേലെ സ്റ്റാർട്ടിങ് സാലറി തന്നെ കിട്ടും. അത് ഈ ആനുവൽ ഇൻക്രിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ PWD, അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഗവൺമെൻറ് അതോറിറ്റീസ് എൻജിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ KCB ഒക്കെ ആണെങ്കിലും ഓരോ വർഷവും അവർ 1000-ൽ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാറുണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ടും സബ് എഞ്ചിനീയറായിട്ടും ഒക്കെ. അതുപോലെ തന്നെ PWDയിലൊക്കെ അവർ ഡിപ്ലോമക്കാരെയും ബിടെക്കാരെയും എടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ എബോവ് ഹൺഡ്രഡ്സ് നമ്പേഴ്സ് എവറി ഇയർ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇയറും ഈ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് പിന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതിനെ പല ആൾക്കാരും ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളതിനെ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത വർഷം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവർ കാത്തിരുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്താൽ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ ആർ ഇൻ സേഫ് സ്റ്റേജ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം വളരെ പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു സേഫായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ് അവർക്ക് കിട്ടുക. അപ്പോൾ അതാണ് ഗവൺമെൻറ് ജോബിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ PSC ടെക്നിക്കൽ എക്സാമിനേഷൻസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ഇതിൻ്റെ പ്രിപ്പറേഷൻ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ഒരു ക്വാളിഫിക്കേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ബിടെക് കഴിഞ്ഞവർക്കാണെങ്കിൽ ഫൈനൽ റിസൾട്ട് വന്ന അന്ന് മുതൽ, അല്ലെങ്കിൽ അവർക്ക് ആ ഫൈനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് അവർക്ക് ആ ഡേറ്റ് എന്നാണ് അതിൽ വരിക, ആ ഡേറ്റ് മുതൽ അവർ എലിജിബിളായി. അപ്പോൾ ദെൻ ആ സമയം അതിന് ശേഷം വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കഴിയുന്നതും വെയിറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 3 വർഷത്തിനുള്ളിൽ എല്ലാ പോസ്റ്റിലേക്കും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പം ഇനി അടുത്തൊരു വർഷത്തിനുള്ളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരാനുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതല്ല, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്രയും ക്ഷമയില്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അത് സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് പേപ്പർ വഴിയൊക്കെ അതിൻ്റെ ന്യൂസ് വരും, PSC നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർക്കന്ന് അപ്ലൈ ചെയ്ത ആ ഒരു മൊമെൻറ്റ് മുതൽ അന്ന് മുതൽ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഏകദേശം ഒരു മിനിമം ഒരു 8 മാസം മുതൽ 1 വർഷം വരെ എടുക്കും അതിൻ്റെ എക്സാമിനേഷൻ വരാനായിട്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ മുതൽ എക്സാമിനേഷൻ വരെ ഏകദേശം 8 മാസം മുതൽ 1 വർഷമാണ് എടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു പീരീഡാണ്, ഡ്യൂറേഷനാണ്. അപ്പോൾ 8 മാസം പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ നല്ലൊരു ലെങ്തി പീരീഡാണ്. അപ്പം സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന ഒരു 3 മാസം പ്രിപ്പയർ ചെയ്താൽ തന്നെ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 months കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഒരു 2 months റിവിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 100% കോൺഫിഡൻറ്റോടുകൂടി പരീക്ഷ എഴുതാൻ പറ്റും. ഒരു ഷുവറായിട്ടും നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും. അതാണ് ശരിക്കുള്ള പ്രിപ്പറേഷൻ്റെ രീതി എന്ന് പറയുന്നത്. PSCയുടെ റിട്ടേൺ എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? ഓക്കെ, എൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷനും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്.
അപ്പോൾ റിട്ടേൺ എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്ത ഒരാളെയാണ് ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുക. ആ ഇൻ്റർവ്യൂവിനും കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈനൽ ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ നിന്നാണ് ആൾക്കാരെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത് 100 മാർക്കിനാണ്. അപ്പോൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റുഡൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് റിട്ടേൺ എക്സാമിനേഷനാണ്. ഇൻ്റർവ്യൂവിനെ പറ്റി ആദ്യം തന്നെ ചിന്തിച്ച് വറിയിടേണ്ട ആവശ്യമില്ല. അത് വളരെ ചെറിയൊരു പ്രോസസ്സാണ്. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ ഒരു സേഫ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അയാൾക്ക് ജോലി കിട്ടും. അപ്പോൾ റിട്ടേൺ എക്സാമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് 75 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും 100 ക്വസ്റ്റ്യനും എല്ലാവരും ആൻസർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ 100 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് 75 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1 മിനിറ്റിലൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് 75 മിനിറ്റിൽ 75 ക്വസ്റ്റ്യനിലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തിയറി ക്വസ്റ്റ്യൻസിന് വളരെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 75 മിനിറ്റ്സിൽ മാക്സിമം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് എന്നൊക്കെ പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർക്ക് വേണ്ടത് ഒരു 75 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ 75 സ്റ്റുഡൻസിനെ ഉൾപ്പെടുത്തേണ്ടി വരുമ്പോൾ അവർ ആദ്യം നോക്കുക മാക്സിമം എത്ര മാർക്ക് സ്കോർ ചെയ്തു, ഇതിനകത്ത് കിട്ടിയ മാക്സിമം മാർക്കാണ്. ആ മാക്സിമം മാർക്ക് വെച്ചിട്ട് ഫസ്റ്റ് കാൻഡിഡേറ്റ് വെച്ചിട്ട് താഴത്തേക്ക് 75 പേരെ എത്തുന്ന വെച്ചിട്ട് ആ മാർക്ക് കട്ട് ചെയ്യും. അതാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരുന്നു. ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയത് 45 മാർക്സാണ്. ഫോർ എക്സാമ്പിൾ 45 മാർക്കാണ്. അപ്പോൾ അവർ 45 മാർക്കുള്ള ആളിനെ ആദ്യം ഇട്ടിട്ട് താഴത്തേക്ക് കുറച്ച് ആ മാർക്ക് കൊണ്ടുവന്ന് 75 പേരെ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം മാർക്ക് കിട്ടിയിരിക്കുന്നത് 20 മാർക്സാണ്. അപ്പോൾ ആ 75ാമത് വന്ന ആൾ 20 മാർക്സ് ആണെങ്കിൽ ആ 20 മാർക്കായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഈ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് വരുന്നതാണ്. എങ്ങനെയാണ് ഈ കട്ട് ഓഫ് മാർക്ക്, അത് മുന്നേ ഫിക്സ് ചെയ്തേക്കുന്നതാണോ? ആക്ച്വലി അതെന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വസ്റ്റ്യൻ. ആ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് ആൾക്കാർ പെർഫോം ചെയ്യുക, ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ്, ദെൻ എത്ര വേക്കൻസീസ് ഉണ്ട്, ഇതെല്ലാം വെച്ചിട്ട് അതിൻ്റെ ഇവാലുവേഷൻ ടൈമിലാണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുക. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം ടഫാണെന്ന് കാൻഡിഡേറ്റ്സ് പറയുമ്പോൾ കട്ട് ഓഫ് കുറയും എന്ന് തന്നെയാണ്. ഓക്കെ, ഈ PSC എക്സാമിനേഷൻസ് അതെങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് പഠിക്കുകയാണോ ചെയ്യുക, അതൊരു ഇൻസ്റ്റൻറ്റ് ലേണിംഗ് മതിയാകുമോ? അത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. കാരണം ടെക്നിക്കൽ സൈഡിൽ ഹയർ എഡ്യൂക്കേഷൻ മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷനും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഗേറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷനുണ്ട്. അതായത് BTech കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്നൊരു എക്സാമിനേഷനാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതാം. പക്ഷേ ആഫ്റ്റർ ഗ്രാജുവേഷൻ ദേ ക്യാൻ ജോയിൻ ഫോർ ദി കോഴ്സ്. പോസ്റ്റ് ഗ്രാജുവേഷൻ അവിടെ ഡയറക്റ്റ് കമ്പനികളും റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഗേറ്റ് എക്സാമിൻ്റെ സ്കോർ വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും അത് വെച്ചിട്ട് കുട്ടികൾ ഈ PSC എക്സാമായിട്ട് കമ്പയർ ചെയ്യരുത്. PSC എക്സാം ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നോളജ് ലെവലാണ്. അപ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ള ലെവൽ മുതൽ ഏറ്റവും എക്സ്ട്രീം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങൾ വരെ ക്വസ്റ്റിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽഡ് പ്രിപ്പറേഷൻ തന്നെയാണ് ആവശ്യം. ഇൻസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ഒരിക്കലും PSCക്ക് നല്ല സ്കോറിലേക്ക് വരില്ല. ഇപ്പോൾ ഒരു 2 months എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ആക്ച്വലി എക്സാമിനേഷൻ എന്നാണ്, അതിന് 2 months മുമ്പായിരിക്കും ഡേറ്റ് വരിക. പലരും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഡേറ്റ് വന്നതിന് ശേഷം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരെപ്പോഴും ആ ഒരു ഓവർ ലെയർ മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻ ഡെപ്തിലേക്ക് പോകാൻ കഴിയില്ല, അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന ഒരു എബോവ് നമുക്കൊരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർക്കൊന്നും സ്കോർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കലും ഗേറ്റ് എക്സാംസ് വെച്ചിട്ട് PSCനെ കമ്പയർ ചെയ്യരുത്. PSCക്ക് വളരെ ഡെപ്തിൽ നോളജ് വേണം എന്നുള്ളതാണ്. അവിടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊന്നും തന്നെ കണക്കാക്കുന്നില്ല. അതെല്ലാം തന്നെ ഗേറ്റ് എക്സാംസിനാണ് വരിക. നമ്മൾ നോളജ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സർ ഇപ്പോൾ പറഞ്ഞല്ലോ ഉയർന്ന റാങ്കിങ് PSC എക്സാമിനേഷൻസിൽ ഉയർന്ന റാങ്കിങ് കിട്ടാൻ വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന്. ഇതിന് ഈ റാങ്ക് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ? ഓക്കെ, അത് ഉയർന്ന റാങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം എന്ന് പറയുന്നത് ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ജോലി കിട്ടണമെന്നെങ്കിൽ റാങ്കിൽ ഏറ്റവും ടോപ്പിൽ വരണം, എങ്കിലേ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ചിലപ്പോൾ 2 വർഷം 3 വർഷമൊക്കെ വരെ പോവും. അപ്പോൾ ഈ 3 വർഷം വരെയും വെയിറ്റ് ചെയ്തിട്ട് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതിരിക്കുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, വെയിറ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ വരിക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം പ്രിപ്പറേഷൻ സ്റ്റേജിൽ ടോപ്പ് റാങ്കിലെത്തുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 3 രീതിയിലാണ് PSC ക്വസ്റ്റ്യൻ. ഇപ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഡിഫിക്കൽട്ട്, മോഡറേറ്റ് ആൻഡ് സിമ്പിൾ, അങ്ങനെ 3 ലെവലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സിമ്പിളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 50% ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ സിമ്പിൾ എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ബുക്കൊന്ന് വായിച്ചിട്ട് പോകുന്നവർക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ 50% ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ബേസിക് നോളജുള്ള എല്ലാവർക്കും, ഈവൻ പ്രിപ്പറേഷൻ ഇല്ലാത്തവർക്ക് തന്നെ ഏകദേശം അതിനകത്ത് മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് ഒരു ഈവൻ റാങ്ക് ലിസ്റ്റ് വന്നാൽ പോലും അവർ റാങ്ക് ലിസ്റ്റ് താഴെ പോവുകയാണ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് മേ ബി ഇൻക്ലൂഡ് ആവാം, പക്ഷേ ജോലി കിട്ടണമെന്നില്ല. ഇനി അതിൻ്റെ മേലെ വരുമ്പോൾ ആവറേജ് ഉണ്ട്, ടഫ് ഉണ്ട്. അപ്പോൾ ഈ ആവറേജും ടഫ് എന്നൊക്കെ പറയുന്ന പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ആപ്ലിക്കേഷൻ ലെവൽ. അപ്പോൾ ഈ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു, അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, എത്ര നമ്മൾ സ്കിൽഡായിട്ട് വളരെ പെട്ടെന്ന് ആ പ്രോബ്ലം നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആൻസർ ചെയ്യുന്ന കോമൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം, പ്ലസ് ഈ പറയുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. അപ്പോൾ ആ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഷുവറായിട്ട് നമ്മൾ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫെമിലറൈസ് ചെയ്യുക, നമ്മൾ പഠിക്കുന്ന ഏരിയയിലെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുക, ദെൻ എത്ര സ്പീഡിൽ പെട്ടെന്ന് തന്നെ നമ്മൾ, കാരണം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ആദ്യമായി കാണുന്നതായിരിക്കരുത്. നമ്മൾ ഓൾറെഡി അതൊന്ന് ഫെമിലറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വരുന്ന പാരാമീറ്റേഴ്സ് പെട്ടെന്ന് മനസ്സിലാവും, ഇക്വേഷൻസ് നമുക്കറിയാവുന്നതായിരിക്കും, ആ കാൽക്കുലേഷൻ മാത്രമേ നമ്മുടെ ജോബുള്ളൂ. അപ്പോൾ അത് ആ ലെവലിലോട്ട് പ്രിപ്പറേഷൻ മാറണം. അപ്പോൾ അതിനെയാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുക. അപ്പോൾ ആവറേജ് ആൻഡ് എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ടോപ്പ് റാങ്കിലേക്ക് എത്താൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ജോലി 100% എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഭാഗ്യം കൊണ്ട് കിട്ടാതിരിക്കാം. അപ്പം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. PSC എക്സാമിനേഷൻസിന് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഉണ്ടല്ലോ. സോ വിച്ച് ഇസ് ബെറ്റർ അക്കോർഡിംഗ് ടു യു? ഓക്കെ, അത് ഡിപ്പെൻസ്. ഇപ്പോൾ കോച്ചിങ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് ഈ കോച്ചിങ്ങിലേക്ക് നമ്മൾ പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 40 മേലെ തിയറി സബ്ജക്റ്റുകൾ 4 വർഷം കൊണ്ട് ഒരു BTech സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഏകദേശം അതുപോലെ തന്നെ ഡിപ്ലോമ സ്റ്റുഡൻസും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളിൽ നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഈ വന്നിരുന്ന് 40 സബ്ജക്റ്റുകളും എടുത്ത് വീണ്ടും ബുക്ക് എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്ര പേര് അങ്ങനെ ചെയ്യുമെന്നുള്ളത്. അതിൻ്റെ ബുക്സ് വേണം, അതോടൊപ്പം തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ബുക്ക് വേണം, കാരണം മിസ്ലീഡ് ചെയ്യുന്ന ബുക്ക് ആയിരിക്കരുത്, കറക്റ്റായിട്ടുള്ള ബുക്ക് വേണം. ദെൻ അത് വായിച്ച് എൻ്റെ കൺസെപ്റ്റ് വീണ്ടും മനസ്സിലായി, പല കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും, വീണ്ടും നമ്മൾ റീകളക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത്രയും സമയം വേണം. അപ്പോൾ ഈ പറയുന്ന ഒരു 8 മന്തെന്നോ അല്ലെങ്കിൽ 6 മന്ത്സ് ഒന്നും അതെന്ന് പറയുന്നൊരു ടൈം ഡ്യൂറേഷൻ അതിനും പറ്റില്ല. അതിന് ഇഗെയിൻ വീണ്ടും നമ്മൾ ഇയേഴ്സ് വേണമെങ്കിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മളൊരു കോച്ചിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നോ ഇഷ്യൂ. പിന്നെ ഓഫ്ലൈൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഡയറക്റ്റ് ട്രെയിനറുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ഫുൾ ടൈം പഠിക്കാൻ പറ്റും. ഇനി അതല്ല, എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് പ്രൈവറ്റ് മേഖലയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ചെറിയൊരു ഇൻകം ആണെങ്കിലും അവരെല്ലാവരും വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ ജോലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു ജോലി കളഞ്ഞിട്ട് വന്ന് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഓൺലൈൻ തന്നെയായിരിക്കും. അപ്പോൾ രണ്ടും ഈക്വലി എങ്ങനെയാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൺവീനിയൻറ്റ് ടൈമിൽ റെക്കോർഡ് ക്ലാസ്സൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ, മെറ്റീരിയൽസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ കിട്ടുവാണെങ്കിൽ അവർക്ക് അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ നൈറ്റ് ആയിരിക്കും, ഇപ്പോൾ എല്ലാ ജോലിയും കഴിഞ്ഞ് നൈറ്റ് ആയിരിക്കും ഒരു ഫ്രീ ആവുക. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി എന്താ പറയുക ബെനിഫിറ്റാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് നമ്മളെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇൻഡിവിജ്വലി ഓരോരുത്തരും എങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് പറയുന്ന പോലെ തന്നെ സ്മാർട്ട് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹാർഡ് വർക്കിൻ്റെ കാലം കഴിഞ്ഞ് വരികയാണ്, ഇപ്പോൾ സ്മാർട്ട് വർക്കാണ്. കാരണം അപ്പോൾ അങ്ങനെ എത്രത്തോളം നമ്മൾ എഫക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതിന് ഏതാണോ ബെസ്റ്റ് മെത്തേഡ് അത് ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ കൺവെൻഷനലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഓഫ്ലൈൻ തന്നെയാണ്. അതിന് സമയമുള്ളവർ അങ്ങനെ പോയി കഴിഞ്ഞാൽ മറ്റ് ടെൻഷൻസ് ഒന്നും ഇല്ലാണ്ട് എക്സാമിനേഷൻ ചെയ്യാം. ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അവർക്ക് ഫ്രീ ടൈമിൽ ഓഫ്ലൈൻ കോഴ്സിലൊക്കെ ചേരുകയാണെങ്കിൽ, ഇതുപോലെ റിലേറ്റ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകളിലൊക്കെ ചേരുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഈ PSCയുടെ ടെക്നിക്കൽ എക്സാമിനേഷനിൽ ലാസ്റ്റ് മൊമെൻറ്റ് പ്രിപ്പറേഷൻ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു എക്സാം എത്ര നാൾ മുന്നേ മുതൽ പ്രിപ്പറേഷൻ തുടങ്ങണം? ഓക്കെ, ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഇപ്പോഴും 90% സ്റ്റുഡൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അത് അവരുടെ BTech ലെവലിൽ അല്ലെങ്കിൽ ഈവൻ PG സ്റ്റുഡൻസ് ആണെങ്കിലും എക്സാമിനേഷന് തൊട്ട് മുമ്പ് മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മോസ്റ്റ്ലി ഒരു 10% സ്റ്റുഡൻസ് നല്ല ഉണ്ടാവും. എന്നാലും 90, ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം, 90% സ്റ്റുഡൻസും എക്സാമിനേഷൻ തൊട്ട് മുമ്പ് മാത്രമേ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒരിക്കലും ഫേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു റോങ് ഡിസിഷനാണ്. അപ്പം നമ്മൾ ജോലി കിട്ടണം എന്ന് അത്ര ആഗ്രഹമുണ്ട്, നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്, നമ്മൾ മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയാൻ ആഗ്രഹമാണ് അല്ലേ, ഒരു ജോലി കിട്ടുക, അതിനുശേഷം നമ്മൾ ഡ്രീം ചെയ്യുകയാണത്. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ ഒരു ഡ്രീം തുടങ്ങുന്നത് തന്നെ ഒരു പ്ലാനിങ്ങിലായിരിക്കണം. അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വളരെ നേരത്തെ തന്നെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡി ഈസ് നോട്ട് എ സൊല്യൂഷൻ ഓഫ് ക്രാക്കിംഗ് ദീസ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻസ്. അപ്പം അത് ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർ ടെക്നിക്കലി വെൽ സൗണ്ടാണ്, അവർ ഓൾറെഡി BTech കഴിഞ്ഞതോടുകൂടി കുറേയധികം നല്ല നോളജൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മാസമൊക്കെ വെച്ചിരുന്ന് അവർ വർക്ക് ചെയ്താൽ കിട്ടാം. പക്ഷേ അതൊക്കെ ഒരു 10% ആൾക്കാർക്ക് മാത്രമേ അത് പറ്റുള്ളൂ. മോസ്റ്റ്ലി ആവറേജ് ആൻഡ് എബവ് ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ, ബിലോ ആവറേജ് ആണെങ്കിലും അവർ ബെറ്റർ അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺസ് അവർ 6 months വർക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എക്സാമിനേഷന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു, അവരുടെ കയ്യിൽ അപ്പോൾ ആ നോട്ട്സ് ഉണ്ട്, അവർ ഗെയിൻ ചെയ്ത നോളജ് ഉണ്ട്. അപ്പോൾ ആ നോളജ് ആ ഒരു എക്സാമിനേഷൻ മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക, പിന്നെ അതിൻ്റെ കുറേ എക്സാമിനേഷൻ വരാം. 36 വയസ്സ് വരെ എക്സാം എഴുതാം. അപ്പോൾ 22-23 വയസ്സ് കഴിയുന്നതോടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞു. അപ്പോൾ ഒരു 36 വയസ്സും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു റിസർവേഷൻ കാറ്റഗറിക്ക് ഒരു 39-40 വയസ്സ് വരെ എക്സാമിനേഷൻ എഴുതാം. അപ്പോൾ അത്രയും കാലം ഇവർ ഗെയിൻ ചെയ്ത നോളജ് എവിടെയും പോകുന്നില്ലല്ലോ, എക്സാമിനേഷന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്തല്ലേ. അപ്പോൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 6 months ടൈം സ്പെൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആ ഒരു നോളജ് മറ്റൊരു എക്സാമിനും യൂസ്ഫുൾ ആകും എന്നാണോ? അതെ, ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അപ്പോൾ അയാൾക്ക് PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് അയാൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അയാൾ അതിനകത്ത് സിലബസ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബേസിക് സിലബസിനെ, അത് BTechന് പഠിച്ച സിലബസിനെ ബേസ് ചെയ്തായിരിക്കും എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. എല്ലാ സബ്ജക്റ്റും അതിനകത്തേക്കുള്ള ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അയാൾ പഠിച്ചു കഴിഞ്ഞു. PWDക്ക് വേണ്ടി PWD AEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അയാളത് പഠിക്കുന്നു, അയാൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഒരു പക്ഷേ അയാൾക്ക് അത് ബെറ്റർ മാർക്കിലേക്ക് എത്താൻ കഴിയുന്നില്ല. ദെൻ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ലെക്ചറർ ഇൻ പോളിടെക്നിക് വിളിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും BTech മതി ക്വാളിഫിക്കേഷൻ. അപ്പോൾ അയാൾ അതിന് എലിജിബിളാണ്. അതിൻ്റെ സിലബസും ഇതിൻ്റെ സിലബസും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾ ഗെയിൻ ചെയ്ത നോളജ് എവിടെയും പോകുന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ സെക്കൻഡ് ചാൻസിൽ അയാൾക്ക് അത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾറെഡി അയാൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ അയാൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടാം, അല്ലെങ്കിൽ അത് പിന്നീട് വരുന്ന എല്ലാ എക്സാംസും അത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോസ്റ്റ് നോക്കാതെ കൺസിസ്റ്റൻ്റായി ട്രൈ ചെയ്താൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഷുവർ, അത് നല്ലൊരു ഡിസിഷനാണ്. ഇപ്പോൾ ഒരു എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അവർ എന്തായാലും എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണം, അതിൻ്റെ ഒരു എയിമാണ്. അങ്ങനൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് പ്രിപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ എല്ലാ 3 വർഷം ഓരോ ലിസ്റ്റും വന്ന് 3 വർഷം കഴിയുന്തോറും അതിനെ വിളിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള 100% ഉറപ്പാണ്. അപ്പം വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ വളരെ ക്ലവർ ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്യുന്നവർ. അപ്പോൾ എത്ര പേര് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അവർ ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
പി എസ് സിയുടെ ടെക്നിക്കൽ എക്സാമിനേഷൻസിന് കോച്ചിങ് എത്രത്തോളം ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ റാങ്കിങ്ങിൽ ഉയർന്നൊരു പൊസിഷനിലേക്ക് എത്താനായിട്ട്? നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത്, അതായത് ഇപ്പോൾ ഈ പറയുന്ന 40ഓളം സബ്ജക്റ്റുകളുണ്ട്, തിയറി സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ ഇത് പലരും എക്സാമിനേഷനിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിച്ച് അവർ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒരു 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയണമെന്നില്ല. അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്നത്. കാരണം അവർ അത്രയും എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിൽ അവർ പഠിച്ചിട്ട് പിന്നെ അത് റീകളക്ട് ചെയ്യണമെന്നില്ല. പക്ഷേ വീണ്ടും നമ്മളിപ്പോൾ ഒരു എക്സാമിനേഷൻ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ വീണ്ടും ഈ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് കാര്യമാണ്. ഇവർക്ക് കറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് കിട്ടണം, അത്രയും സമയം വേണം, ഒന്നേന്ന് തൊട്ട് കംപ്ലീറ്റ് വായിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു ട്രെയിനർ, എക്സ്പീരിയൻസ്ഡ് ട്രെയിനർ ഉണ്ട്, ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഇന്ന കാര്യങ്ങളാണ് വേണ്ടത്, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതാണ് ഇക്വേഷൻ, ഈ ഒരു പ്രോബ്ലം നേരത്തെ ചെയ്തിട്ട്, അങ്ങനെ ആ രീതിയിൽ മുൻകാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ട്രെയിനറെ കൊണ്ട് അവിടുന്ന് ഒരു കോച്ചിങ് കിട്ടുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ആ രീതിയിൽ എന്താ പറയുക, ഒരു കോച്ചിങ് വളരെ സ്വന്തമായിട്ട് സമയം കണ്ടെത്തി ഈ പറയുന്ന ഇത്രയും സബ്ജക്റ്റുകൾക്ക് ബുക്ക് തപ്പിയെടുത്ത് പഠിക്കുന്നതിനേക്കാൾ എത്രയോ സ്മാർട്ട് ഡിസിഷനായിരിക്കും ഒരു കോച്ചിങ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് വർക്കാണ് ശരിക്കും വേണ്ടത്. അപ്പം അങ്ങനെ വരുമ്പോൾ സമയം കിട്ടാത്തവരും ഒക്കെ ഇങ്ങനെ ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില PSC ചോദിക്കുന്ന ചില കോമൺ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്കൊന്നും അറിയണമെന്നില്ല. പക്ഷേ ട്രെയിനേഴ്സിന് കൃത്യമായിട്ട് അറിയായിരിക്കും. അപ്പോൾ അവർക്കൊരു അറിയാൻ പറ്റും, ഒരു ഏരിയയിൽ നിന്നൊരു പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അതിനകത്ത് സ്ഥിരമായിട്ട് ഈ ഒരു പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് കേസസ് ഏതൊക്കെയാണ്, അതിനകത്ത് നിന്ന് എത്രത്തോളം ഡൈവേഴ്സായിട്ട് ക്വസ്റ്റ്യൻസ് വരാം, ഇതെല്ലാം തന്നെ ട്രെയിനർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് അവർ ആ രീതിയിൽ കോച്ചിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഒരു ലേണർ എന്നുള്ള രീതിയിൽ ആ സ്റ്റുഡൻറ്റിന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുകയും അത് ചെറിയൊരു ഡ്യൂറേഷൻ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 6 months ഒന്നും വേണ്ടി വരില്ല. മിക്കവാറും ഒരു 5 months അല്ലെങ്കിൽ 4 months തന്നെ അവിടെ ആ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ദെൻ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് അവർക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച് നമ്മൾ എത്ര കഴിഞ്ഞാൽ ഒരു 1 month കഴിഞ്ഞാൽ നമുക്ക് റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിവിഷനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ എന്താ പറയുക, റാങ്ക് കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ കോച്ചിങ് വളരെ ഹെൽപ്ഫുള്ളാണ് വർക്ക് ചെയ്യുന്നവർക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് വീണ്ടും ബുക്ക് എടുത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കോച്ചിങ് ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം സേവ് ചെയ്യാനും ഈ പറയുന്ന റിവിഷനിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതെ അതെ. അതോടൊപ്പം തന്നെ ആ മാർക്ക് നമുക്ക് കോൺഫിഡൻറ്റ് ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ എക്സാം ഫേസ് ചെയ്യാൻ പോകുമ്പോൾ പറഞ്ഞിരിക്കുന്ന സിലബസ് ഉണ്ട്, ആ സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്തു, അത് പ്രിപ്പയർഡ് ആണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു, ഇനി ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന ലെവലിലേക്ക് പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഒരു സ്റ്റുഡൻറ്റ് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് എക്സാമിനേഷൻ്റെ കോൺഫിഡൻ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. കാരണം അവിടെ ആ സമയത്തുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ സമയത്തൊന്ന് ഇരുന്ന് ആലോചിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ആ കുട്ടിക്ക് ഉണ്ടാവും. ചിലപ്പം വിതിൻ സെക്കൻഡ്സ് അതിന് ആൻസർ കിട്ടിയെന്നിരിക്കും. പക്ഷേ അതുമായിട്ട് ഫെമിലറൈസ് അല്ലാത്തൊരു കുട്ടിയാണെങ്കിലോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കാം ഒരു മാർക്ക് അയാൾക്ക് ആ ഒരു മാർക്കിൻ്റെ ബേസിലായിരിക്കും അയാൾക്ക് ജോലി കിട്ടുക. ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു 40 ആണ് കട്ട് ഓഫ്, പക്ഷേ അയാൾക്ക് ഈവൻ മാർക്ക് ചിലപ്പോൾ 41 എന്നുള്ള ലെവലിലേക്ക് ഈ കുട്ടിക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരാം. അപ്പോൾ ആ ഒരു മാർക്ക് അയാളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കും. സോ കോച്ചിങ് അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയസ്റ്റ് വേ എന്നാണ് പറയാൻ പറ്റുക. PSC ടെക്നിക്കൽ എക്സാമിനേഷൻസ് മറ്റ് എക്സാമിനേഷൻസ് പോലെയാണ്, ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പാറ്റേൺ ഒരുപാട് മാറിയിട്ടുണ്ട്. നേരത്തെ പലരും പറയാറുണ്ട് ഗേറ്റ് ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗേറ്റ് ലെവലിലോട്ട് മാറുന്നു എന്നുള്ളത്. അത്രത്തോളം ഗേറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്പെഷ്യൽ കേസും ഫുൾ പ്രോബ്ലമാറ്റിക് അങ്ങനത്തെ ഒരു എക്സാമാണ്. ഡെപ്ത് നോളജിൽ ഉണ്ടാവണം, അതായത് കുറച്ചുകൂടെ സ്കിൽഡ് ആയിരിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ PSC എന്ന് പറയുമ്പോൾ അവിടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പം ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം ബൈ ഹാൻഡായിട്ട് മാത്രമേ നമുക്ക് പ്രോബ്ലം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ബൈ ഹാൻഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതും വിതിൻ 1 minute ചെയ്യണം. അപ്പം ഇത്രയും ആ ഒരു 1 minute ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ PSCക്ക് ചോദിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ വരുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന ഈ ടെക്നിക്കൽ എക്സാംസിന്. അപ്പം കുറച്ചുകൂടെ നല്ല പ്രിപ്പറേഷൻ ഉള്ളവർക്ക് മാത്രമേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഉയർന്ന റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ.
റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു വരികയാണ്. ഒരു പ്രോബ്ലം ചോദിക്കുന്നത് വെച്ചാൽ അത് ഏത് ലെവൽ വേണമെങ്കിലും ചോദിക്കാം. ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് മാറ്റിയും അതിൻ്റെ കേസസ് ഒക്കെ മാറ്റിയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഒരു 30-45% ഉണ്ടെന്ന് പറയാം. പക്ഷേ ഡിപ്പെൻസ്, ചില എക്സാംസിന് വരാം, ചില എക്സാംസിന് വരാതിരിക്കാം. പിന്നെ ഈ പറയുന്ന മാക്സിമം എല്ലാ ലെവലും എല്ലാ ഏരിയയും കവർ ചെയ്യുക എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ പ്രഷ്യസ് ടൈം. നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഇതിലുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ സീ യു സൂൺ.